ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രാഷ്ട്രീയ കേരളം കാണാൻ പോകുന്നത് വളരെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളായിരിക്കും എന്നുള്ള കാര്യം ഇപ്പോഴേ ഉറപ്പിച്ചോളൂ. ഉറപ്പാണ്, വലിയ മാറ്റങ്ങൾ ഉടൻ ഉണ്ടാകും. കാരണം ഒരു വർഷം കൂടി കഴിയുമ്പോൾ 2016 തുടക്കത്തിൽ തന്നെ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്കുള്ള വിജ്ഞാപനം എത്തിയിരിക്കും. ഈ ഒരു വർഷക്കാലം കേരളത്തിൽ സംഭവിക്കുന്നത് നിരവധി രാഷ്ട്രീയ നീക്കുപോക്കുകൾ ആയിരിക്കും. തുടർന്ന് 2016 ആരംഭത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്ക് കേരളം കടക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി രാഷ്ട്രീയ മാറ്റങ്ങൾ ആ സമയത്തുണ്ടാകും. ഇന്ന് തമ്മിൽ മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിയിലെ പലരും ശത്രുക്കളായി മാറുന്ന കാഴ്ചകളും ചിലപ്പോൾ കാണാൻ കഴിയും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് എപ്പോഴും സംസ്ഥാനത്തെ ഭരണം ആർക്കാണെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അധികാരം ഏതു വഴിയാണ് എത്തുന്നത് എന്നുള്ള കാര്യം ഉറപ്പായും രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങൾക്ക് അറിയാം. അതിനനുസരിച്ചുള്ള നീക്കുപോക്കുകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മിത്രങ്ങളായി നിന്നവർ ശത്രുക്കളാകുന്ന കാഴ്ചയും ശത്രുക്കളായി നിന്ന് മിത്രങ്ങളാവുന്ന കാഴ്ചയും ഈ കാലയളവിൽ കാണാൻ കഴിയും. കേരളത്തിലെ പ്രധാന മുന്നണിയായ UDFിലെ ഘടകകക്ഷിയായ RSP എന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അടുത്ത തിരഞ്ഞെടുപ്പിലെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉറപ്പായും പറയാം, ഇപ്പോഴുള്ള സ്ഥിതി ആയിരിക്കില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ RSPക്ക് ഉണ്ടാവുക. അതിന് കാരണങ്ങളുണ്ട്. RSPയുടെ കേരള രാഷ്ട്രീയത്തിലെ പ്രസക്തി ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു MP എന്ന് മാത്രമാണ് ഉത്തരം. ഇതുവച്ച് ഇനിയും മുന്നോട്ട് പോകാൻ ആകില്ലെന്ന സൂചനകളാണ് UDF നേതൃത്വം നിലവിൽ RSPക്ക് നൽകിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ മാത്രം മേധാവിത്വമുള്ള ഒരു പാർട്ടിയാണ് RSP എന്ന പേർദോഷം നേരത്തെയുണ്ട്. തെക്കു ചവറ മുതൽ വടക്ക് ചവറ വരെ എന്നൊക്കെ തമാശ രൂപത്തിൽ പലരും ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട്. 2014 വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭിവാജ്യ ഘടകമായിരുന്നു RSP. പിളർന്ന് പല കഷ്ണങ്ങളായി കിടന്ന ഈ RSPയുടെ പ്രധാന കഷ്ണം അന്ന് LDFിനൊപ്പമായിരുന്നു. പരമാവധി പരിഗണനയും കൊടുത്തു തന്നെയാണ് LDF അവരെ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPയിലെ യുവതുർക്കി NK പ്രേമചന്ദ്രൻ ചവറ നിയമസഭാ മണ്ഡലത്തിൽ തൻ്റെ ഗുരുവിൻ്റെ മകനും ആജന്മ ശത്രുവുമായ ഷിബു ബേബി ജോണിനോട് പരാജയപ്പെടുന്നു. 1-2 സീറ്റുകളുടെ വ്യത്യാസത്തിൽ അന്ന് UDF അധികാരത്തിലെത്തുന്നു. മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി അധികാരമേൽക്കുന്നു. മത്സരിച്ച സിറ്റിംഗ് MLAമാർ ഭൂരിഭാഗവും വിജയിച്ചിട്ടും പ്രേമചന്ദ്രൻ്റെ തോൽവി ഇടതുപക്ഷത്തിന് നല്ലൊരു ആഘാതമായിരുന്നു. അതിനു കാരണം ജലവിഭവ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ നല്ലൊരു പേര് അദ്ദേഹം അക്കാലത്ത് സ്വന്തമാക്കിയിരുന്നു എന്നുള്ളതാണ്. ഇന്ന് പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും അസീസുമൊക്കെ വാഴുന്ന RSP UDFിൻ്റെ ഭാഗമാണ്. എന്തൊക്കെ പറഞ്ഞാലും RSP എന്ന പാർട്ടിയുടെ നല്ല കാലം എന്ന് പറയുന്നത് 2014 മുൻപ് LDFിൽ ഉണ്ടായിരുന്ന ആ സമയമായിരുന്നു. രാഷ്ട്രീയ എതിരാളികൾ തമാശയ്ക്ക് പറയുന്നത് പോലെ തെക്ക് ചവറ മുതൽ വടക്ക് ചവറ വരെയുള്ള പാർട്ടിക്ക് അന്ന് ലോട്ടറി അടിച്ച പ്രതീതിയായിരുന്നു. ഏതെങ്കിലും ഒരു കോർപ്പറേഷനിൽ LDF അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായും മേയർ സ്ഥാനം CPMനായിരിക്കും. ഡെപ്യൂട്ടി മേയർ സ്ഥാനം രണ്ടാമത്തെ വലിയ കക്ഷിക്കായിരിക്കും നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് CPI കൊണ്ടുപോകും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CPI അല്ലെങ്കിൽ കേരള കോൺഗ്രസ് കൊണ്ടുപോകും. എന്നാൽ കൊല്ലം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഇടതുപക്ഷം നൽകിയത് CPIക്കല്ലായിരുന്നു, അത് RSPക്കായിരുന്നു. 2014 പ്രേമചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം RSP മുന്നണി മാറി കോൺഗ്രസിലേക്ക് എത്തുന്നതുവരെ RSP തന്നെയായിരുന്നു കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല, ആ സമയത്ത് കൊല്ലം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ 7-8 സീറ്റുകളിൽ RSP വിജയിക്കുമായിരുന്നു. CPM പ്രവർത്തകരുടെ വോട്ടുകൊണ്ട് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടി വരും. LDFിൽ നിന്ന് UDFിലേക്ക് വന്ന RSPക്ക് നിലവിൽ 5 സീറ്റുകളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നൽകി വരുന്നത്. എന്നാൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPക്ക് 1 സീറ്റ് മാത്രം നൽകിയാൽ മതി എന്നാണ് UDF തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് സൂചനകൾ. LDF വിട്ട് UDFിലേക്ക് വന്ന RSPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യാതൊരുവിധ മുന്നേറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല, ശരാശരിയേക്കാൾ താഴെയാണ് പ്രകടനം എന്നുള്ളതും കടുത്ത തീരുമാനങ്ങൾക്ക് UDF നേതൃത്വത്തിനെ പ്രേരിപ്പിച്ചു എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. LDF അധികാരത്തിലിരിക്കുമ്പോൾ RSPക്ക് മന്ത്രിമാർ ഉണ്ടായിരുന്നു, 2-3 MLAമാർ ഉണ്ടായിരുന്നു.
എന്നാൽ അതൊന്നുമല്ല വലുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എം പി സ്ഥാനത്തിനു വേണ്ടി ചുരുക്കം ചില ആൾക്കാർ ഉൾപ്പെടുന്ന തൻ്റെ പാർട്ടിയുമായി പ്രേമചന്ദ്രൻ LDF മുന്നണി വിട്ടത്. അതിനുശേഷം നടന്നതോ? കോൺഗ്രസിനെ പിന്തുണ കൊണ്ട് 2 തവണയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് പ്രേമചന്ദ്രൻ വിജയിക്കുന്നുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യം. എന്നാൽ 2014 ശേഷം രാഷ്ട്രീയപരമായി RSPക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്തു പങ്കാണുള്ളത്? ഒരേ ഒരു ജനപ്രതിനിധി പ്രേമചന്ദ്രൻ ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയിൽ MP ആയി ഇരിക്കുന്നു എന്നല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ RSPയുടെ ഏതെങ്കിലും ഒരു അംഗത്തെ മഷീട്ട് നോക്കി കാണിച്ചു തരാമോ? ചുരുക്കി പറഞ്ഞാൽ RSP LDF മുന്നണി വിട്ടതിന് ശേഷം എത്രത്തോളം അധപ്പതിക്കാൻ പറ്റുമോ അത്രത്തോളം അധപ്പതിച്ചു എന്ന് സാരം. അങ്ങനെയാണ് LDF പ്രവർത്തകർ പറയുന്നത്, ഞാനല്ല കേട്ടോ. സ്വാഭാവികമായും പ്രേമചന്ദ്രനില്ലേ, അദ്ദേഹം RSPയുടെ MP അല്ലേ എന്ന ചോദ്യം ഉയരും. അങ്ങനെ തന്നെയാണ്. പ്രേമചന്ദ്രൻ RSPയുടെ പാർലമെൻറ്റ് അംഗം തന്നെയാണ്. എന്നാൽ ഈ പ്രേമചന്ദ്രൻ പാർലമെൻറ്റ് അംഗമായത് കൊണ്ട് RSPക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? ഇത് ഞാൻ ചോദിക്കുന്നതല്ല. RSPയെ ഇപ്പോൾ കൂടെ കൂട്ടിയ UDF തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. കൊല്ലം കോർപ്പറേഷനിൽ 2014 മുൻപ് RSPക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സീറ്റുകൾ പകുതിയായി കുറയുകയും അതിൽ പകുതിയോളം മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന അവസ്ഥ കൈവരികയും ചെയ്തു. ഇതൊരു ഗുണമായി വേണമെങ്കിൽ കണക്കുകൂട്ടാം. മറ്റേതെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാവോ? 2014 ശേഷം RSPക്ക്, അതായത് പ്രേമചന്ദ്രൻ LDFിൽ നിന്ന് കെട്ടിവലിച്ച് അപ്പുറത്ത് കൊണ്ടുപോയ RSPക്ക് ഒരു MLA ഉണ്ടായിട്ടുണ്ടോ? കൊല്ലം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം അതിനുശേഷം എപ്പോഴെങ്കിലും RSPക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. സത്യത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് RSP എന്ന പാർട്ടി നിലനിൽക്കുന്നത് പ്രേമചന്ദ്രന് വേണ്ടി മാത്രമാണ് എന്ന് UDF പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് RSPയുടെ നിലവിലെ സ്ഥിതി എന്നിരിക്കെ പിന്നെ എന്തർത്ഥത്തിലാണ് RSPക്ക് ഈ സീറ്റുകൾ വാരിക്കോരി നൽകുന്നത് എന്ന ചോദ്യം UDFിലുണ്ടായാൽ അതിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നിലവിൽ RSPക്ക് ചൂണ്ടിക്കാണിക്കാൻ പ്രേമചന്ദ്രൻ എന്ന ഒരു MP മാത്രമാണുള്ളത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ പ്രേമചന്ദ്രൻ മുകേഷിനോട് പരാജയപ്പെട്ടിരുന്നെങ്കിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിന്നും സ്ഥാനാർത്ഥിയാകില്ല എന്ന് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ RSPക്ക് UDF ഇനി ഒരു ലോക്സഭാ സീറ്റ് നൽകില്ല എന്ന് വ്യക്തം. കൊല്ലം ജില്ലയിൽ മാത്രമായിരുന്നു RSPയുടെ പ്രവർത്തനമെങ്കിലും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളിൽ മത്സരിച്ച RSP 2 സീറ്റുകളിലാണ് വിജയിച്ചത്. ഇരവിപുരത്ത് മുസ്ലിം ലീഗിൻ്റെ PKK ബാവയെ തോൽപ്പിച്ച് അസീസ് ജേതാവായപ്പോൾ RSPയുടെ പരമ്പരാഗത ഉറച്ചക്കോട്ടയായ കുന്നത്തൂരിൽ കോവൂർ കുഞ്ഞുമോൻ കോൺഗ്രസിലെ PK രവിയെ പരാജയപ്പെടുത്തി. അതേസമയം ചവറയിൽ RSP ബിയിലെ ഷിബു ബേബി ജോൺ തൻ്റെ മുഖ്യ എതിരാളിയായ RSPയിലെ NK പ്രേമചന്ദ്രനെ തോൽപ്പിച്ചപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര മണ്ഡലത്തിൽ കോൺഗ്രസിലെ G കാർത്തികേയന് മുന്നിൽ RSPയിലെ അമ്പലത്തറ ശ്രീധരൻ നായർ കീഴടങ്ങുകയായിരുന്നു. അന്ന് പ്രേമചന്ദ്രൻ ഷിബു ബേബി ജോണോട് തോറ്റത് 6061 വോട്ടുകൾക്കായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് NK പ്രേമചന്ദ്രനും അസീസും മറ്റുള്ളവരും UDF മുന്നണി വിടുന്നത്. അതേസമയം കോവൂർ കുഞ്ഞുമോൻ RSP ലെനിസ്റ്റ് രൂപീകരിച്ച് LDFിൽ തന്നെ തുടരുകയായിരുന്നു. 2016 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും കോവൂർ കുഞ്ഞുമോൻ വീണ്ടും വിജയിച്ചു. പക്ഷേ LDFിൽ നിന്ന് പുറത്തുപോയി UDFിൽ ചേർന്ന പ്രേമചന്ദ്രൻ്റെയും ഷിബു ബേബി ജോണിൻ്റെയും RSP 2014 ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പിലും പച്ച തൊട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ RSP കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഗതികെട്ട അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു MP സ്ഥാനം NK പ്രേമചന്ദ്രന് 2 തവണയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MP സ്ഥാനത്തിൻ്റെ ബലത്തിൽ മാത്രം കേരള രാഷ്ട്രീയത്തിൽ തുടരുന്ന ഒരു പാർട്ടിയാണ് ഇന്ന് RSP. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി ഇന്ന് UDFിന് വലിയ ബാധ്യതയാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPക്ക് 4 സീറ്റുകൾ നൽകിയെങ്കിലും 4ലും പരാജയമായിരുന്നു അവരെ കാത്തിരുന്നത്. അത് ഏറ്റവും ഞെട്ടിച്ചത് പ്രധാന കേന്ദ്രമായ ചവറയിൽ ഷിബു ബേബി ജോണിൻ്റെ പരാജയമാണ്. മുൻ RSP നേതാവായ വിജയൻപിള്ളയുടെ മകൻ സുജിത് വിജയൻപിള്ള 1000-ലധികം വോട്ടുകൾക്കാണ് ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തിയത്. ഇതോടുകൂടി ഷിബു ബേബി ജോൺ രാഷ്ട്രീയത്തിൽ നിന്നും പിന്നോട്ട് വലിഞ്ഞ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. മത്സരിച്ച മുഴുവൻ സീറ്റിലും പരാജയം നേരിട്ട RSPക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയും സീറ്റുകൾ UDF കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
ചവറ സീറ്റ് മാത്രമായിരിക്കും UDF RSPക്ക് നൽകുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. NK പ്രേമചന്ദ്രൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തവണ തോറ്റിരുന്നെങ്കിൽ ആ സീറ്റ് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റെടുക്കുമായിരുന്നു. കാസർഗോഡ് ലോക്സഭാ സീറ്റിൽ ഇത്തവണ മത്സരിച്ച രാജ്മോഹൻ ഉണ്ണിത്താൻ അടുത്ത തവണ കൊല്ലം സീറ്റിൽ മത്സരിക്കുമായിരുന്നു എന്നുള്ളതും ഉറപ്പാണ്. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു പാർട്ടിയായിരുന്നു RSP. വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിനെക്കുറിച്ച് ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ തീർച്ചയായും ജലവിഭവ വകുപ്പ് മന്ത്രി പ്രേമചന്ദ്രൻ്റെ പേര് അവിടെ ഉയർന്നു വരും. 2006 അധികാരത്തിൽ കയറിയ VS മന്ത്രിസഭയിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു NK പ്രേമചന്ദ്രൻ. പിന്നീട് എപ്പോഴോ മുന്നണി മാറി UDFിലേക്ക് പോവുകയും ചെയ്തു. പ്രേമചന്ദ്രനെക്കുറിച്ച് ഇപ്പോൾ ഉയരുന്ന ഒരു ആരോപണമുണ്ട്. സ്വന്തം ഭാവി സുരക്ഷിതമാക്കി പാർട്ടിയെ അനാഥമാക്കിയ നേതാവ്. ഈ ആരോപണം തെറ്റാണോ ശരിയാണോ എന്നറിയാൻ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും.